പട്ടാങ്ങയുടെ നാഥനാകുന്ന ഈശോ കർത്താവിന്റെ ശുശ്രൂഷയാകുന്ന വിശ്വാസക്കാരരെ ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ബാബാ. പ്രായശ്ചിത്ത പ്രവൃത്തികളിലേക്കും പരസ്നേഹ പ്രവൃത്തികളിലേക്കും ജനതയെ ക്ഷണിക്കുകയാണ്. ദേവാസികളുടെ എല്ലാം നോക്കുമ്പോൾ രാജ്യഭാഗങ്ങളെല്ലാം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇടക്കിടക്ക് അവയാകപ്പെട്ടവരെ സ്നേഹിതരെ എന്നാ വിളിക്കണം. ദൈവപൈതങ്ങളെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ക്ഷണികത നമ്മുടെ വ്യഗ്രതയെ എപ്പോഴും വിമർശിക്കുന്നതും ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നതുമാണ്. ദേവാസുകളുടെ എല്ലാ ഭാഗങ്ങളിലും വരുന്നത് മനുഷ്യന്റെ അന്ത്യങ്ങൾ. സത്യപ്പതിനപ്പോൾ മനുഷ്യന്റെ അന്ത്യങ്ങളെ അനുസ്മരിപ്പിക്കാൻ ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. കാര്യം പണ്ട് നമ്മള് ഒരു 10-35 കൊല്ലം മുമ്പൊക്കെ പള്ളികളിൽ വരുമ്പോൾ കുഴിയാഴ്ചയിൽ ഏസ്തി കൂട്ടണമെന്ന് പറഞ്ഞ ഒരു ഏസ്തി കൂട്ടലുണ്ടാകും. അപ്പം അത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഒരു സ്മാരകം കുടീരം പോലെ ഉണ്ടാക്കി വെക്കും. അതിൻ്റെ മുകളിലാണ് നമ്മൾ മരിച്ച അടയ്ക്കുന്ന ആളെ പെട്ടി കൊണ്ടുവന്ന് വെക്കുന്നത്. പക്ഷെ ആ ഏസ്തി കൂട്ടുമ്പോൾ ആ ഏസ്തിയുടെ ചുറ്റും കറുപ്പ് തുണിയിൽ വെള്ള അക്ഷരത്തിൽ എഴുതി വെക്കും. എന്താ എഴുതി വെക്കുന്നത്? മനുഷ്യന്റെ അന്ത്യങ്ങൾ 4. 1 മരണം, 2 ശുദ്ധീകരണ സ്ഥലം, 3 നരകം, 4 സ്വർഗം. അങ്ങനെ പണ്ട് എഴുതി വെക്കുക. ഇന്ന് എസ്തികളെല്ലാം പൊളിച്ചു മാറ്റി. സാധാരണ ഒരു മേശപ്പുറത്താണ് മരിപ്പ് അടക്ക്. മരണത്തിന് പോലും ഇപ്പോഴ് മനുഷ്യന്റെ അന്ത്യങ്ങൾ അനുസ്മരിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു ദുരന്തം. മരണത്തിന് പോലും പണ്ട് മരിക്കാൻ നേരത്തെങ്കിലും മനുഷ്യന്റെ അന്ത്യങ്ങളെ കുറിച്ച് അനുസ്മരിപ്പിക്കുമായിരുന്നു മറ്റുള്ളവരെ, സഭയെ ഉണർത്തും. ഇന്നിപ്പോൾ ദേവാസുരർ മാത്രമേ ആയുസ്സിൻ്റെ ക്ഷണികതയെ കുറിച്ച് ജനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രായശ്ചിത്ത പ്രവൃത്തികൾ, പരിഹാര പ്രവൃത്തികൾ ചെയ്യാൻ ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നതുള്ള. അതുകൊണ്ട് തന്നെ ദേവാസ്തുകളിൽ ഒരു ഐക്യദാർഢ്യമാണ്. ആരോടുള്ള ഐക്യദാർഢ്യമാണ്? കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോടുള്ള വിഹാര പ്രവർത്തനങ്ങളോടുള്ള ഐക്യദാർഢ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് യേശുക്രിസ്തുവിനോട് ചേർന്നാണ്. ദേവാസുരക്കാർക്ക് നല്ല ബോധമുണ്ടാണ്. ഞങ്ങൾ ജോലി ചെയ്യണത് ജനങ്ങളുടെ നല്ല വാക്കിന് വേണ്ടിയല്ല, മറിച്ച് ആടെ പ്രോത്സാഹനത്തിന് വേണ്ടിയല്ല. യേശുക്രിസ്തുവിന്റെ മരണത്തെ പ്രഖ്യാപിച്ച് ഉയർപ്പില് വിശ്വസിച്ച് പാപത്തിന് പരിഹാരമായി അവനെ രക്ഷിച്ച പങ്കപ്പാടുകളോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ടാണ് ജനതയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ വിശുദ്ധീകരണത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും പരസ്പരത്തിന്റെയും അടയാളമായ കുരിശ് കൈവരിക്കുന്നത്. ആ കുരിശ് ചുമന്നുകൊണ്ട് വീടാന്തരങ്ങളും കയറി ഇറങ്ങുന്നത് മനുഷ്യന്റെ നിശബ്ദതയാണ്.
മനുഷ്യന്റെ നിശബ്ദതയിലെ അവന്റെ ആത്മാവിനോട് രഹസ്യം പറയുന്നവരാണ് ദേവാസ്തുപടിക്കാർ. എന്തൊക്കെ രഹസ്യങ്ങളാണ് പറയണത്? ജീവിത രഹസ്യങ്ങൾ പറയും. ശിക്ഷ അതികഠോരമാണെന്ന് പറയും. ഇന്നിവിടെ കൗൺസിലിന് വന്ന ഒരു കൊല്ലത്തെ ഒരു ചേർത്തി, അവന്റെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പൂവാറിലുള്ള എടുത്തിയും അവളെ കൂടി തന്നെ കൗൺസിലിന് വന്നത്. അപ്പം അവളുടെ വീട്ടില് അവിടെ മൂത്ത മകളെ കെട്ടിച്ചിരിക്കുന്ന മരുമകനും ആ മൂത്ത മകളും കൂടി വന്ന് താമസിക്കണം. അപ്പോഴ് അവരൊരു ഫോട്ടോസ്റ്റാറ്റ് കച്ചവടം തുടങ്ങി. അപ്പോൾ വീട്ടിലെ പെണ്ണിൻ്റെ അപ്പൻ പറഞ്ഞ് നമുക്ക് ഞായറാഴ്ച ഫോട്ടോസ്റ്റാറ്റൊന്നും വേണ്ട, അത് കർത്താവിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ താമസിക്കാമെന്ന മരുമകൻ പറഞ്ഞ് ഇതൊക്കെ പഴയ കഥയാണ്, ഇപ്പം ആരാണ് ഇതൊക്കെ ആചരിക്കുന്നത്, അതൊക്കെ പഴയ കാര്യങ്ങളാണ്, ഇപ്പോഴങ്ങനെ അതൊന്നും ആചരിക്കണില്ല. ഇപ്പൊ പഴയ ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഭ കൊടുത്തിട്ടുള്ള പരിപോഷണ ആധ്യാത്മിക നടപടികളെല്ലാം സ്വന്തം ലാഭക്കൊതിയും വയറുദ്ദേശിച്ചുകൊണ്ട്, സ്വന്തം വയറാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോസ്റ്റാറ്റ് വിറ്റ് കഴിഞ്ഞാൽ എടുത്തു കൊടുത്താൽ കാശ് കിട്ടും, കാശ് കൊടുത്താൽ പ്രശ്നം കിട്ടും. വയറാണ് ദൈവമായി മാറുന്നത്. വയറ് ദൈവമായി മാറുമ്പോൾ യഥാർത്ഥ ദൈവം പഴയ കഥയായിട്ട് മാറ്റുന്നതാരാണ്? വൈറ്റിപ്പിഴപ്പുകാരാണ്. വൈറ്റിപ്പിഴപ്പുകാരാണ് കാലഹരണപ്പെടുത്തുന്നത്, കാലഹരണപ്പെടുന്നതല്ല. ചിലര് ആധ്യാത്മിക പാരമ്പര്യങ്ങളെ കാലഹരണപ്പെടുന്നതല്ല, കാലഹരണപ്പെടുത്തുന്നതാണ്. ആരാണ് കാലഹരണപ്പെടുന്നത്? വൈറ്റിപ്പിഴപ്പുകാരൻ. ഇപ്പൊ വൈറ്റിപ്പിഴപ്പുകാരെ എണ്ണ ഇപ്പൊ സഭയിൽ കൂടിക്കൊണ്ട്, സമൂഹത്തിൽ കൂടിക്കൊണ്ട്, അത് ദേവാസ്തുപടിക്കാര് ജാഗ്രതയുള്ളതായിരിക്കണം. ആത്മാവിനെ പഴയപ്പെടുത്തുന്ന വൈകിപ്പെടുത്തുകാരുടെ എണ്ണം സമ്പത്തിൽ കൂടുമ്പോൾ ആധ്യാത്മികമായ അരാജകം ഉണ്ടാകുമ്പോൾ ഈ ആധ്യാത്മികമായ അരാജകത്തിനെതിരെയുള്ള അടയാളമാണ് ഈ ആത്മീയ പോരാട്ടം. അതിന് ദേവാസ്തുപടി എന്നാണ് വിളിക്കുന്നത്. ഒരു ഉണർത്ത, ഒരു ജാഗ്രതയാണ്, ഒരു ജാഗ്രതമാണ്. ആയുസ്സിന്റെ ചെലവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യതയെ കുറിച്ചുള്ള ജാഗ്രതയാണ്, സ്വർഗത്തെ കുറിച്ചുള്ള ജാഗ്രതയാണ് ദേവാസ്തുപടി. സത്യമായിട്ട് പറയാം, ഒരുപക്ഷെ കേരളത്തില് 24 hours ധ്യാനം നടക്കുന്ന, പകൽ മുഴുവൻ ധ്യാനം നടക്കുന്ന ഒരേ ഒരു ധ്യാന കേന്ദ്രമാണ്. എല്ലാം നിശ്ചയിക്കും. രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ഇവിടെ ഒരു 600 പേരുണ്ട്. 8 മണിയാകുമ്പോൾ 1000 പേര്. ഇത് എല്ലാ ദിവസവും ഇത് തന്നെയാണ്. ഇത്രയും വലിയ ആധ്യാത്മികമായ സംഗീതത്തിന് ഇതിൽ നിലനിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്ര വലിയ ആധ്യാത്മിക വിശുദ്ധീകരണ നടപടികൾ സഭയിലുണ്ടായാലും ദേവാസ്തുപതിയുടെ ഒപ്പം നിൽക്കാൻ ഇന്ന് സഭയിലെ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളില്ല. എന്ന കാര്യം ഇതിന്റെ നൈസ് കോഡ് തന്നെയാണ്. ജനത്തിന്റെ നിശബ്ദതയിലാണ് ഇത് പറയുന്നത്. പുറമെ കിടക്കുന്ന ജനത്തിന് നിശബ്ദതയിൽ അവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രക്ഷയുടെ സുവിശേഷം ആൾക്കാർ ഇഷ്ടപ്പെടുത്തി ഇക്കിളിപ്പെടുത്തി പറയണതല്ല. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവന്റെ ആത്മാവിന്റെ ക്രാന്തികളില് നമ്മൾ ഒരു ചാലഞ്ച് നമ്മൾ നൽകുകയാണ്. ഇത് നിങ്ങൾ എൻ്റെ മക്കൾ അറിയണം, ഇത് കർത്താവിന് വേണ്ടിയുള്ള ഒരു പ്രേക്ഷിത പോരാട്ടമാണ്. ആ ഒരു പ്രേക്ഷിത പോരാട്ടമായതുകൊണ്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്. ദേവാസ്തുപടി ഉപവസിച്ച് ഒരുങ്ങി ചെയ്യേണ്ടതാണ്. അന്നായിപ്പാട്ട് ഉപവസിച്ച് ഒരുങ്ങി ചെയ്യേണ്ടതാണ്. എന്തിനാണ്? നമ്മൾ തന്നെ ശക്തരായി മാറണം. അതുവഴിയാണ് മറ്റുള്ളവരെ നമ്മൾ ശക്തീകരിക്കുന്നത്. നിങ്ങൾ പോകുന്ന കുടികള്, നിങ്ങൾ പോകുന്ന ദേശങ്ങള്, അവിടെ ആരെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യണത്? ആത്മാക്കളെയാണ്. എന്ത് തരം ആത്മാക്കളെയാണ്? യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കളെ അഭിസംബോധന ചെയ്യുക.
അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധമുണ്ടാകണം, ഞങ്ങൾ അപ്പോസ്തലന്മാരാണ്. കാര്യം ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അടരാടാനും ജനത്തെ ഒരുക്കാൻ വേണ്ടി ആദ്യം വന്ന ആളാരാണ്? യോഹന്നാൻ മാംദാനയാണ്. അങ്ങനെ എന്താ പറഞ്ഞത്? യോഹന്നാൻ മാംദാന പണ്ട് ജനങ്ങളോട് പറഞ്ഞത് കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി പറഞ്ഞത്. കർത്താവിന് വഴിയൊരുക്കാൻ തന്നെയാണ് നിങ്ങളും പറയണത്, ദേവാസുരിക്കാരും പറയണത്. കർത്താവിന് വഴിയൊരുക്കുവേ, ഊടുവഴികൾ നിരപ്പാക്കാൻ, ഊടുവഴികൾ നേരെയാക്കാൻ പറയും, കുന്നും വരെ നിരപ്പാക്കാൻ പറയും. എന്താണ്? നോമ്പുകാലത്തിന്റെ അവസാനം പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് വരുന്നത്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പശ്ചാത്തപിക്കുവാൻ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമെന്ന് പറയുന്നില്ല. അവരുടെ മാതാനക്ക് പിന്നെ അത് പറഞ്ഞ പത്രോസ് അപ്പോസ്തലനാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പശ്ചാത്താപത്തിന് വേണ്ടി പശ്ചാത്താപത്തിന്റെ രണ്ട് സുവിശേഷങ്ങൾ. ഒന്ന് യേശുക്രിസ്തുവിന് മുമ്പുള്ളത് യോഹന്നാൻ മാംദാനമാണത്, ഒന്ന് യേശുക്രിസ്തു ശേഷമുള്ളത് പത്രോസിന്റെ. ഈ രണ്ട് കക്ഷികളും പറയുന്നത് പശ്ചാത്താപത്തെ കുറിച്ചാണ്. യോഹന്നാൻ മാംദാനം പറഞ്ഞ പശ്ചാത്താപത്തെ കുറിച്ചാണ്, അത് കർത്താവിനെ ഒഴിയിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ പത്രോസ് പറഞ്ഞ പശ്ചാത്താപത്തെ കുറിച്ചാണ്, അത് പരിശുദ്ധാത്മാവിനെ അഭിഷേകം വേണ്ടിയാണ്. ജനങ്ങളെ ആത്മാ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ നടപടിയാണ് പശ്ചാത്താപമെങ്കിൽ ആ പശ്ചാത്താപം തന്നെയാണ് ദേവാസുരുടെ അന്തസത്ത. എന്റെ മക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ചെയ്യുന്ന ജോലി മാംദാനയുടെ ജോലിയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമികളായ അപ്പോസ്തലന്മാരുടെയും ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾ അപ്പോസ്തലന്മാരാണ്. പക്ഷേ ഏത് അപ്പോസ്തലൻ? അപ്പോസ്തലൻസ് ഓഫ് നൈറ്റ്, രാത്രിയിലെ അപ്പോസ്തലന്മാരാണ്. രാത്രി ആധ്യാത്മികതയിലെ അപ്പോസ്തലന്മാരാണ്. എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ശുശ്രൂഷ വേറെ നമുക്കില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരെ അപൂർവമായ ശുശ്രൂഷയാണ്. ഇത് പഠിക്കാനും ദൈവം നിങ്ങൾക്ക് തോന്നിച്ചില്ല, അത് ദൈവം നിങ്ങൾക്ക് തോന്നിച്ചതാണ്. ഇപ്പൊ ചേച്ചിമാരുടെ സ്ത്രീകളെ സഹോദരികളുണ്ട്, നിങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്കത് തോന്നിയില്ല. ഇങ്ങനെ കർത്താവിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു നടപടിക്ക് സുവിശേഷത്തിന്റെ ഉപകരണമായി മാറണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല. അതൊരു മാനുഷികമായ തോന്നലല്ല, ദൈവികമായ തോന്നല. ദേവാത്മയുടെ അവൈദികമായ പ്രേക്ഷിത പ്രഘോഷണ രൂപമാണ്. ഞങ്ങൾ വൈദികര്, നിങ്ങൾ അവൈദികര് ചെയ്യുന്ന ജോലി ഒന്നാണ് ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ. ഈ അവൈദിക ശുശ്രൂഷയിലെ അന്വേഷികൾക്ക് ആദ്യം പങ്കാളിത്തം ലഭിച്ച ഒരു ശുശ്രൂഷയാണ്. സഭയിലെ അന്വേഷികൾക്ക് ആധ്യാത്മികമായ ശുശ്രൂഷ മേഖലകളിലെ ആദ്യ പങ്കാളിത്തം നൽകിയ ആളാണ് ഫ്രാൻസിസ് സേവ്യർ. അതുകൊണ്ട് തന്നെ ചരിത്രപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പൗരാണിക വൈദ്യുതി നഷ്ടപ്പെട്ടു പോയാൽ കാലത്തിന്റെ കണ്ണികൾ അറ്റുപോവുകയും ചെയ്യും. കാലത്തിന്റെ കണ്ണികൾ അറ്റുപോകാൻ പാടില്ലെന്നുള്ള ജാഗ്രതയുടെ പേരാണ് കൃപാസനം. കൃപാസനം ഒരു ജാഗ്രതയാണ്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, ആത്മാവിന്റെ വിശുദ്ധിക്ക് വേണ്ടിയും സഭയുടെ വൈദ്യുതികളായ സംസ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പുണ്യചരിതന്മാരുടെ പൗരാണിക പൈതൃകങ്ങൾ കുറ്റിവെച്ചു പോയാൽ ആധ്യാത്മിക സമൂഹത്തിന്റെ അനന്യ ചിഹ്നങ്ങള് അസ്തമിച്ചു പോകാനുള്ള സാധ്യത അന്ധചിത്തത്തിനും അരാജകത്വത്തിനും വേണ്ടി മാത്രമേ വഴിയൊരുക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പേരാണ് കൃപാസനം. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ദേവാസ്തുകളുടെ ആധ്യാത്മിക പാരമ്പര്യവും ഇത് പൂർവാധികം ശക്തമായിട്ട് ചെയ്യാം. എല്ലാവരും ജാഗ്രത വേണമല്ലോ. ഇത് പൂർവാധികം ശക്തമായിട്ട് ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കുരിശും മാലയും പഴയ കുരിശുകളുണ്ടെങ്കിൽ മക്കൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. ഈ പ്രാവശ്യം ഓരോ പ്രാവശ്യവും കാര്യം നിങ്ങൾക്കറിയാം എത്ര പ്രാവശ്യം നിങ്ങൾ കൃപാസനത്തിൽ വന്നു, എന്തെല്ലാം കാര്യങ്ങളിലെ കയ്യൊപ്പ് മേടിച്ചു, എന്തെല്ലാം പ്രബോധനം കേട്ടു, പ്രബുദ്ധരായി, അതിൻ്റെ കയ്യൊപ്പ് മേടിച്ച് സമർപ്പിതരായി എന്നറിയണത് നിങ്ങളുടെ വീട്ടിലെ കുരിശേറ്റി നോക്കുമ്പോഴാണ്. ഞങ്ങൾ വീണ്ടും പുതിയ കുരിശ് നിങ്ങൾക്ക് തരികയാണ് അടയാളത്തിൽ. മറ്റത് കെട്ടി സൂക്ഷിച്ചു വെക്കാം. പുതിയത് അണഞ്ഞുകൊണ്ട് വേണം എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി കർത്താവിൻ്റെ സാക്ഷികളാകാൻ.
ജാഗ്രതയില്ലാത്ത സമൂഹം കുറച്ച് കഴിയുമ്പോൾ അന്യാധീനപ്പെടും.